യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നാളെ നേരത്തെ എഴുന്നേറ്റ് എല്ലാം ചെയ്തിട്ട് വേണം നിങ്ങളെ കൊണ്ട് ചെക്കപ്പിന് പോവാൻ. മനസ്സിലായി? ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരുത്തുന്നതാണ് നിന്റെ കടമ. അല്ലാതെ ഇതിലൊന്നും ഒരാത്മാർത്ഥതയില്ല. ഈ മുറിയിൽ വെച്ച് ഞാനിതൊക്കെ ചെയ്യുന്നത് ആരെ ബോധിപ്പിക്കാനാ? നിന്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ. എന്റെ കൈ തടയത്തരാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. ഒരാള് വേദന കൊണ്ട് ഞെരുങ്ങുമ്പോ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ആ വേദന മാറാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുന്നത് എന്റെ കടമ. അല്ലാതെ എന്റെ മൂളലും ഞരങ്ങലും കാരണം നിനക്ക് ഉറക്കം വരാഞ്ഞിട്ടല്ല. മതി, നമ്മളിങ്ങനെ സംസാരിച്ചാൽ ഞാൻ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാതിരിക്കേണ്ടി വരും. എന്റെ മുറിയിൽ വെച്ച് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയാൽ ഞാൻ സംസാരിക്കും. എന്നാ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചോ, ഞാൻ ഹാളിൽ എങ്ങാനും പോയി കിടന്നോളാം. ഇന്ദ്രയുടെ ചായ. ഇനി വൈകിച്ചാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലേട്ടാ, അതിനിപ്പോ നമ്മൾ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ തീരുമാനം പോലെ എന്ത് വേണേലും ചെയ്തോളാം സോന പറഞ്ഞതല്ലേ. ഉടനെ തന്നെ കുടുംബ കോടതിയിൽ ഒരു വക്കീലിനെ കാണണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സോനയും ശ്യാമും തമ്മിലുള്ള ഡിവോഴ്സ് നടത്തുകയും വേണം. ധൃതി പിടിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? അതെ ഏട്ടാ, അത് തന്നെ എന്റെ സംശയം. അല്ല, നമുക്ക് എടുത്തിയാട്ടം വേണോ? സോന തനിച്ചല്ല, അവൾക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ ഭാവി കൂടി നമ്മൾ നോക്കണ്ടേ? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ എനിക്ക് എന്റെ പെങ്ങളുടെ ഭാവി തന്നെ വലുത്. പിന്നെ കുഞ്ഞ്, അവരെ നോക്കാൻ നമ്മളൊക്കെ ഉണ്ടല്ലോ. അത് മാത്രമല്ല, ശ്യാമിനെ പോലൊരു അച്ഛൻ എന്തിനാ ആ കുഞ്ഞിന്? ഇന്ന് വരെ ആ കുഞ്ഞിന്റെ മുഖമെങ്കിലും അവനൊന്ന് കണ്ടിട്ടുണ്ടോ? അതൊക്കെ ശരിയാ. ശ്യാമിന് തിരുത്താൻ ഒരു അവസരം കൂടി കൊടുത്തൂടെ? ഒന്നല്ല 9 അവസരം കൊടുത്തു കഴിഞ്ഞതാ. ഇനി സോനയുടെ ജീവിതം വെച്ച് ഒരു ഭാഗ്യപരീക്ഷണത്തിന്റെ ആവശ്യമില്ല. അത് തന്നെയാ നമ്മുടെ അമ്മയുടെ തീരുമാനം. അതാണ് നല്ലതെങ്കിൽ ഏട്ടന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ. ഇനി വൈകിപ്പിക്കുന്നില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ വക്കീലിനെ കാണാം. ഏതായാലും അനുവിനെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോണം. ആ കൂടി ഒരു വക്കീലിനെ കാണാം. ശരി ഇന്ദ്രേട്ടാ. ക്യാൻസർ വന്ന ഭാഗം ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുക മാത്രമേ മാർഗമുള്ളൂ. അതുപോലെ നമ്മുടെ സോനയെ ബാധിച്ച ക്യാൻസറാ ശ്യാം. അത് എന്നേക്കുമായിട്ട് മുറിച്ചു മാറ്റുക തന്നെ വേണം. ഇവിടെ തൊടുമ്പോ അറിയാൻ കഴിയുന്നുണ്ടോ? ഒരു മരവ് പോലെ. ഓക്കെ, ഇപ്പോഴോ? അകത്ത് ചെറിയൊരു വേദന തോന്നുന്നുണ്ട്. ആണോ? അത് തന്നെ. ഇനി ഫിസിയോതെറാപ്പി തുടങ്ങാം, വൈകണ്ട. ഞാനിതിലൊരു നമ്പർ എഴുതി തരാം. അവിടെ വിളിച്ച ഫിസിയോതെറാപ്പിസ്റ്റിനെ അയച്ചു തരും. ശരി ഡോക്ടർ. ഇപ്പോൾ ഉള്ള മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. അതിന്റെ റിസൾട്ട് കാണുന്നുണ്ട്. ഫിസിയോതെറാപ്പി കൂടെ തുടങ്ങുമ്പോ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ മെന്റൽ പവറുള്ള ആളാണെന്ന് അന്നേ മനസ്സിലായി. എന്നുവെച്ച് BP കൂട്ടരുത്. മനസ്സെപ്പോഴും ശാന്തമായിട്ടിരിക്കണം. നല്ല സംഗീതം ആസ്വദിക്കുകയോ പ്രാർത്ഥനയിൽ മുഴുകുകയോ ഒക്കെ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ. ഓക്കെ. ഞാൻ പ്രതീക്ഷിച്ചതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്.
ഇനി 1 മാസം കഴിയുമ്പോ ചെക്കപ്പിന് വന്നാ മതി. താങ്ക് യു ഡോക്ടർ. ഓക്കെ, ശരി. ശരി. പതുക്കെ. പതുക്കെ പതുക്കെ. അയ്യോ, പോട്ടെ. ഇവനെയൊക്കെ വാടി ഇങ്ങോട്ട് വന്ന് പിടിക്കന്നെ. നിന്റെ കുടുംബക്കാരെ കണ്ട വയ്യാത്ത ഭർത്താവിനെ കളഞ്ഞിട്ട് പോകുന്നീ അല്ലടി? വാ. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിനുള്ള സമയമായി. കോയമ്പത്തൂർക്കുള്ള ലോറി വിട്ടോ? ആ, വിട്ടു. അല്ല, ബില്ല് മാറാൻ കൊടുത്ത് ഏതെങ്കിലും ക്രെഡിറ്റ് ആയോ? ആ, ചെട്ടിയാരുടെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. വേറെന്തെങ്കിലും ഓർമ്മിപ്പിക്കാൻ ഞാൻ പറഞ്ഞിരുന്നോ? ആ, ഇന്ന് സേലത്ത് വിളിച്ച് പെൻഡിങ് പേയ്മെന്റ് ക്ലിയർ ചെയ്യാൻ പറയാൻ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ, അത് ഞാൻ രാവിലെ വിളിച്ചു. ഹലോ ചേട്ടാ. ആ, സത്യനാണ്. ആ, അതെ. അല്ല, ഒരു പഴനി മധുര ട്രിപ്പിന് വണ്ടി ചോദിച്ചിരുന്നില്ലേ? ആ, ആണോ? ആ, അത് പോയിട്ട് വന്നല്ലേ? ശരി ശരി, ഞാനത് മറന്നുപോയി. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാനേ എന്തോ ഓർത്തിരുന്നപ്പോ പെട്ടെന്ന് ഓർത്ത് വിളിച്ചതാ.